അങ്ങനെ കോടതിയിൽ പറഞ്ഞിട്ടില്ലെങ്കിൽ സെക്ഷൽ അബ്യൂസ് എന്നൊരു കാര്യം തന്നെ കോടതിയിൽ വന്നിട്ടില്ല. അങ്ങനെ ഒരു കേസേ വന്നിട്ടില്ല. അങ്ങനെ കേസ് വന്നിട്ടുണ്ടെങ്കിൽ ആ ഇരയുടെ മൊഴി രേഖപ്പെടുത്തും. സെക്ഷൽ അബ്യൂസുമായി ബന്ധപ്പെട്ട കേസാണ്, സ്വത്ത് തർക്കവുമായി ബന്ധപ്പെട്ട കേസാണ്. പിന്നീട് ഈ ഫിസിക്കൽ അബ്യൂസും സെക്ഷൽ അബ്യൂസും തമ്മിൽ വ്യത്യാസമുണ്ട്. അത് ഫിസിക്കലി വർദ്ധിച്ചു എന്നുള്ളതായിരിക്കും കേസ്. അല്ല, പരാതി കൊടുത്തത് നിങ്ങൾ പരാതി വായിച്ചിട്ടില്ലല്ലോ. നിങ്ങൾ പഠിക്കേ, കേസിനെ കുറിച്ച് പഠിക്കേ. രണ്ട് കേസുണ്ട്. രണ്ട് ജഡ്ജ്മെന്റാണ്. ഒന്ന് 2000 അല്ല, അവർ കൊടുത്ത പരാതിയെ സംബന്ധിച്ച് പോലീസിൽ കൊടുത്ത പരാതി, പോലീസ് FIR ഇട്ടു 700. അതാണല്ലോ പോലീസ്. അതെയല്ലോ നിങ്ങൾ അതായത് ഒരു സിവിൽ കേസും അതുപോലെ തന്നെ ഒരു അതിക്രമത്തിന്റെ പരാതി പരാതിയിൽ രണ്ടിലും താങ്കൾക്ക് അനുകൂലമായ വിധി ഉണ്ടായെന്നാണ് താങ്കൾ പറയുന്നത്. അതെ. പക്ഷെ ആ പരാതികളില് സെക്ഷൽ അബ്യൂസ് എന്നൊരു കാര്യം അന്ന് ഉന്നയിച്ചിരുന്നോ എന്നുള്ളതാണ്. ഉന്നയിച്ചിരുന്നു. ജഡ്ജ്മെന്റില് ഞാൻ ജഡ്ജ്മെന്റ് മുഴുവൻ വായിച്ചില്ലല്ലോ. ജഡ്ജ്മെന്റ് ഫുൾ ഇത് മുഴുവൻ നിങ്ങൾ വായിച്ചു നോക്ക്. ഒരു മിനിറ്റ്. അല്ല, ജഡ്ജ്മെന്റില് ഞാനല്ലല്ലോ ജഡ്ജ്മെന്റ് എഴുതിയത്, ജഡ്ജല്ലേ എഴുതിയത്. അല്ല, ഇതില് ഈ 323 അതായത് പോലീസ് ഒരു പരാതി ലഭിച്ചാൽ ആ പോലീസ് ആ പരാതിയെക്കുറിച്ച് അന്വേഷിക്കും. FIR ഇട്ട ശേഷം പോലീസ് പരാതിയെക്കുറിച്ച് അന്വേഷിക്കും. പറയുന്നത് ശരിയാണെങ്കിലല്ലേ അത്തരം സെക്ഷനുകൾ ഇടുള്ളൂ. നിങ്ങളൊക്കെ മാധ്യമ പ്രവർത്തകരാണല്ലോ. അല്ല, ഒരു പരാതി കിട്ടിയതും പോലീസ് അതിലെല്ലാ സെക്ഷനും ഇടുമോ? പോലീസ് FIR ഇടും, ഫസ്റ്റ് ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് ഇടും. ആ FIR ചാർജ് ചെയ്തിട്ട് അതിനെ സംബന്ധിച്ച് വിശദമായിട്ടുള്ള അന്വേഷണം നടത്തും. അതിൽ ചിലപ്പോൾ സെക്ഷൻ കൂടുതലായിട്ടുള്ള സെക്ഷൻ FIR ഇട്ടിട്ടുണ്ടെങ്കിൽ അത്തരം സംഭവം നടന്നിട്ടില്ലെങ്കിൽ FIR ആ സെക്ഷനുകൾ ഒഴിവാക്കും. കൂടുതൽ അന്വേഷണം നടക്കും. സെക്ഷൻ കുറവാണെങ്കിൽ പോലീസ് കൂടുതൽ സെക്ഷനുകൾ ആഡ് ചെയ്യും. അതാണല്ലോ പതിവ്. ഈ കേസിലും ഈ പോലീസ് സ്റ്റേഷനിൽ കൊടുത്ത പരാതിയിൽ ഇതെല്ലാം വ്യക്തമായിട്ട് ഈ പരാതിയിലെല്ലാം ഉണ്ട്. അപ്പൊ കൃത്യമായി താങ്കൾ സമ്മതിക്കുകയാണ് ഈ ഒരുപക്ഷെ പോലീസ് അത് കഴമ്പില്ലെന്ന് നോക്കി തള്ളിക്കളഞ്ഞിരുന്ന കോടതിയിൽ നിന്ന് ആ സെക്ഷൽ അബ്യൂസുമായി ബന്ധപ്പെട്ട ഒരു അനുകൂല ഉത്തരവ് താങ്കൾക്ക് ലഭിച്ചിട്ടില്ല. എനിക്ക് കോടതിയിൽ ഈ FIRന്റെ അടിസ്ഥാനത്തിലാണല്ലോ കോടതിയിൽ കേസെത്തുന്നത്. കോടതിയിൽ എത്തിയ കേസിൽ ഇത് സംബന്ധിച്ച് ചാർജ് ചെയ്ത കേസിൽ എവിഡൻസ് ഇല്ലാത്തതിന്റെ പേരിൽ തള്ളിപ്പോയി കഴിഞ്ഞു. നിങ്ങള് നിയമത്തിനെ വളച്ചൊടിക്കണ്ട. ഞാൻ പറയാനുള്ള കഴിയട്ടെ. അപ്പോൾ ഈ 2023 ഓഗസ്റ്റിലും 2024 ജൂലൈയിലുമായിട്ട് 2 കേസും തള്ളിപ്പോയി കഴിഞ്ഞു. സ്വത്ത് തർക്ക്. അതെ. ഓഗസ്റ്റ് 16 സ്വത്ത് തർക്ക് കേസ്. 2023 ഓഗസ്റ്റ് 16 സ്വത്ത് തർക്ക കേസിൽ ഞങ്ങൾക്ക് അനുകൂലമായിട്ട് വിധി വന്നു. 2024 ജൂലൈ 24 ഇത് സംബന്ധിച്ച് ഇങ്ങനെ ഒരു വ്യാജ പരാതി കള്ളപ്പരാതി കൊടുത്തതിനെതിരായിട്ടുള്ള വിധിയും വന്നു. ഞങ്ങൾക്ക് അനുകൂലമായിട്ട് എവിഡൻസ് ഇല്ല എന്നുള്ളതിൻ്റെ പേരിലുള്ള വിധിയും വന്നു. ഇതിൽ കൂടുതൽ കോടതി തള്ളിക്കളഞ്ഞ ഒരു കേസിനെ സംബന്ധിച്ച് എന്ത് വിവാദമാണ്? കോടതി തള്ളിക്കളഞ്ഞ സെക്ഷൽ അബ്യൂസ് എന്നുള്ളതല്ലല്ലോ അന്ന് കോടതി വിധിച്ചത്. നിങ്ങൾ വളച്ചൊടിക്കണ്ട. ഒരാൾ പരാതി കൊടുത്തു, നിങ്ങളൊരു പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുത്താൽ പോലീസ് ആദ്യം FIR ഇടും. FIR ഇട്ട് പോലീസിൻ്റെ രണ്ടാമതൊരു അന്വേഷണം നടത്തും. അറിയാലോ അല്ലേ? അന്വേഷണം നടത്തും. ആ അന്വേഷണത്തിൽ നിങ്ങൾ കൊടുത്ത പരാതി കള്ളപ്പരാതിയാണെങ്കിൽ പോലീസ് പ്രൊസീഡ് ചെയ്യില്ല. പിന്നെ കോടതിയിൽ നിന്ന് അനുകൂല വിധി ലഭിച്ചു. ഈ പരാതിയിൽ നിന്ന് താങ്കൾ എന്താ പറയുന്നത്? ഈ പരാതിയുടെ മുകളിലാണല്ലോ കേസ് FIR ഇട്ടത്. അല്ല. ഈ കേസ് 2023 ഓഗസ്റ്റ് 16 സ്വത്ത് തർക്ക കേസും 2024 ജൂലൈ വേറെ കേസുമാണ്. കേസ് നമ്പർ 225/2015 ക്രൈം നമ്പർ അണ്ടർ സെക്ഷൻ 244 IPC. ഇതാണ് ക്രൈം നമ്പർ അണ്ടർ സെക്ഷൻ 341, 323, 324, 334 IPC. ഇതൊക്കെ ചാർജ് ചെയ്തിട്ടാണല്ലോ കേസ്. സ്വത്ത് തർക്കമാണ് ഇത്. പോയി പോലീസിലെ അതെ അവര് പരാതി കൊടുത്തത് അങ്ങനെയാണ്. അല്ല, പരാതിയിൽ എല്ലാം പറയുന്നുണ്ട്. പരാതിയിൽ മർദ്ദിച്ചു എന്നും എന്നെ ഇത്തരത്തിൽ ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷെ പോലീസിന് ഇന്ന്
ഇന്ന് ടെക്നോളജി ഡെവലപ്പ് ചെയ്ത കാലമാണ്. മൊബൈൽ ടവർ മറ്റേ പോലീസിന്റെ കയ്യിൽ നിന്ന് സെക്ഷൽ ആയിട്ടുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ ശാരീരികമായി അതിക്രമിച്ച കാര്യവും ചൂണ്ടിക്കാണിച്ച് പരാതി കൊടുത്തിട്ടുണ്ട്. അതിൽ പോലീസ് ഈ കാര്യത്തിൽ സെക്ഷൽ അബ്യൂസ്മെന്റ് ഉണ്ടായിട്ടില്ല എന്ന് കണ്ടിട്ട് ആ വകുപ്പ് ഒഴിവാക്കിയെന്നാണ് താങ്കൾ പറയുന്നത്. അതെ അവര് കോടതിയിൽ നിന്ന് ഡയറക്ഷൻ വാങ്ങിയിരുന്നു. കോടതിയിൽ നിന്ന് ഇത് സംബന്ധിച്ച് ഡയറക്ഷൻ വാങ്ങിയിരുന്നു. കൃത്യമായിട്ട് അന്വേഷണം നടക്കണം എന്നൊക്കെ പറഞ്ഞ ഡയറക്ഷൻ അവര് വാങ്ങിയിരുന്നു. എഫ്ഐആറിന്റെ കോപ്പി ഞാൻ എടുക്കാം. ക്രൈം നമ്പർ 712/2004 ടൗൺ നോർത്ത് പോലീസ് സ്റ്റേഷൻ. അതിൽ പറയുന്നുണ്ടല്ലോ, ദ പ്രയർ ഓഫ് ദ പെറ്റീഷൻ. ഞാൻ ദ പെറ്റീഷൻ മേ ബി പെർമിറ്റഡ് ദ ഇൻവെസ്റ്റിഗേഷൻ